വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ആത്മീയ ഗുരുവുമായിരുന്ന വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായ ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമാണെന്ന് ചൂണ്ടിക്കാട്ടി 1984 ഭാരത സർക്കാർ സ്വാമിയുടെ ജന്മദിനം യുവജന ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 1985 മുതൽ എല്ലാ വർഷവും ഈ ദിനം യുവജന ദിനമായി കൊണ്ടാടുന്നു. ലോകത്തിന്റെ തന്നെ ജീവാത്മാവാണ് യുവാക്കൾ. ഭാരതത്തിന്റെ ഭരണതലങ്ങളിലും രാഷ്ട്രീയ വികസന പ്രവർത്തനങ്ങളിലും യുവാക്കളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഈ ദിനാചരണത്തിന് പിന്നിൽ. കൽക്കത്തയിലെ സിമുലിയ ഗ്രാമത്തിൽ വിശ്വനാഥ ദത്തിന്റെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചത്. നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര്. 1881 നവംബറിലാണ് അദ്ദേഹം ആദ്യമായി ശ്രീ രാമകൃഷ്ണ പരമഹംസരെ കാണുന്നത്. പിന്നീട് പരമഹംസരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ശിഷ്യത്വം സ്വീകരിച്ച് സ്വാമി വിവേകാനന്ദനായി മാറി. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളും അതിമാനുഷികമായ ഇച്ഛാശക്തിയുമുള്ള യുവതലമുറയാണ് നമുക്ക് ആവശ്യമെന്ന് ആഹ്വാനം ചെയ്ത കർമ്മയോഗി. യുവാക്കളെ മാറ്റത്തിന് വാഹകരായി കണ്ടുകൊണ്ടാണ് സ്വാമിജി എക്കാലവും സംസാരിച്ചത്. കേരളീയരുടെ മനസ്സിൽ വിവേകാനന്ദ സ്വാമികൾ അനശ്വര പ്രതിഷ്ഠ നേടിയത് ഭ്രാന്താലയം എന്ന പേരിനാൽ അദ്ദേഹം അന്നത്തെ കേരളത്തെ പരാമർശിച്ചുവെന്നതുകൊണ്ടാണ്. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളുമെന്ന് ചെന്നൈയിൽ വെച്ച് ചെയ്ത ഭാരതത്തിന്റെ ഭാവി എന്ന പ്രസംഗത്തിൽ സ്വാമിജി പറഞ്ഞു. സവർണർ നടക്കുന്ന തെരുവിൽ കൂടി ഹിന്ദുക്കളായ അധസ്ഥിതർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തിയാണ് സ്വാമിജി ഇങ്ങനെ പറഞ്ഞത്. 1892 തമിഴ്നാട്ടിലെ കന്യാകുമാരി കടലിൽ കണ്ട വലിയ പാറയിലേക്ക് നീന്തി ചെന്ന് അവിടെ 3 ദിവസം അദ്ദേഹം ധ്യാനനിരതനായി ഇരുന്നു. ഈ പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായി മാറിയത്. ഷിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ. ഈ സമ്മേളനത്തിൽ വെച്ചാണ് അമേരിക്കയിലെ പ്രിയപ്പെട്ട സഹോദരരെ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ പ്രസംഗം നടത്തിയത്. ഇത് വിവേകാനന്ദന് നല്ല പ്രസിദ്ധി നേടിക്കൊടുത്തു. ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണമഠം സ്ഥാപിച്ചത് ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതയ ച, അവനവന്റെയും ലോകത്തിന്റെയും സായുജ്യത്തിനായി എന്ന തത്വത്തിലധിഷ്ഠിതമായാണ്. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം വിദ്യാഭ്യാസത്തെ നിർവചിച്ചു. വിദ്യാഭ്യാസം എന്നത് നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്നതായിരിക്കണം. ചിന്തയിലും വാക്കിലും പരിശുദ്ധി, അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം, ബ്രഹ്മചര്യത്വം, ഇന്ദ്രിയ നിയന്ത്രണം, ആന്തരികമായ അച്ചടക്കം, ഗുരുഭക്തി എന്നിവയാണ് വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. 1902 ജൂലൈ 4 തന്റെ 39ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പക്ഷേ ഭൂമിയിലുണ്ടായിരുന്ന ചെറിയ കാലയളവിൽ അദ്ദേഹം ഏറെ സംഭാവനകൾ നൽകി. തനിക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന അനേകം തലമുറകൾക്ക് ഊർജം പകർന്നു നൽകിയാണ് അദ്ദേഹം